കൊച്ചു എന്തുവാടി ഈ പഴം നിറച്ചത്? പഴം നിറച്ചത് വെച്ചാൽ ഒരു മലബാർ സ്നാക്കാ. നമ്മുടെ പഴത്തെ ഏത്തക്കൊക്കെ ഇല്ലേ, അത് വെച്ചുണ്ടാക്കുന്നത്. എന്നാ വെച്ചാൽ കഴിക്കണം. വേണം. എന്നാ പഴം ഉണ്ടാക്കിത്തരാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പഴം നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 6 പഴുത്ത നേന്ത്രപ്പഴം ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചീൻചട്ടി വെച്ചിട്ട് നമ്മളിവിടെ തേങ്ങ, പിന്നെ അവല്, പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി വേണം. അത് ഞാൻ ഇന്നത്തെ എടുത്തിട്ടില്ല, അത് ഞാൻ കാണിക്കാം ചെയ്യാൻ നേരത്ത്. അപ്പൊ അതെല്ലാം കൂടി ഇട്ട് ആദ്യം നന്നായിട്ടൊന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് അത് ചെയ്യാം ആദ്യം. അപ്പൊ അതേ നമ്മുടെ ചീൻചട്ടി ഒക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഒന്നിട്ട് കൊടുക്കാം ഇന്നത്തോട്ട്. നമ്മുടെ തേങ്ങയും അവലും ഒക്കെ ഒന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നമ്മുടെ തേങ്ങ ചിരവിയതും അവരും കൂടി ഇന്നത്തോട്ട് ഇട്ട് കൊടുക്കുക. വലിയ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വരണമെന്നൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വാടിയാ മതി, അല്ലാതെ ഇതിന്റെ കളർ മാറ്റം ഒന്നും വേണ്ട. അവല് വേണമെങ്കിൽ ഇട്ടാൽ മതി, ആവശ്യമൊന്നുമില്ല. തേങ്ങ വെച്ച് മാത്രമായിട്ടാണെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഞാനിവിടെ അവല് ഇട്ടുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ല മധുരം വേണ്ടവർക്ക് പഞ്ചസാര കൂട്ടി കൊടുക്കാം. ഇവിടെ ഞാൻ വലുതായിട്ട് മധുരം ഇടുന്നില്ല. ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ദേ നമ്മുടെ തേങ്ങയും അവലും ഒക്കെ നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നമുക്ക് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മളിപ്പോ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം, നമ്മൾ അവലും തേങ്ങയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ കാഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ നേന്ത്രപ്പഴം തന്നെ കുഞ്ഞതായിട്ട് മുറിച്ചതോ ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ അതൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ ഇത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അടുത്ത് നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നേന്ത്രപ്പഴം എല്ലാം നമുക്ക് എന്താ പറയണ, ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ്സ് ആക്കേണ്ടത്. നമ്മൾ മുമ്പ് നമ്മൾ സോർട്ട് ചെയ്ത് വെച്ച തേങ്ങയുടെ ഒക്കെ ഫില്ലിങ്സ് നമുക്ക് ഇതിന്റെ ഉള്ളിലാക്കേണ്ടത്. അപ്പൊ നമുക്കതേ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇച്ചിരി ഡീപ്പായിട്ടൊന്ന് നമുക്ക് മുറിച്ചെടുക്കാം. ഈ നേന്ത്രപ്പഴം ജസ്റ്റ് ഒരു ലൈൻ മാത്രം മതി. ഇങ്ങനെ അങ്ങോട്ടാക്കാം. ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇനി ഈ ഫില്ലിങ്സ്, നമ്മൾ സോർട്ട് ചെയ്ത് വെച്ച ഫില്ലിങ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കെല്ലാം അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഫില്ലിങ്സ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ആക്കിയെടുക്കാം. നമ്മുടെ മിക്സ് നമ്മൾ ഇന്നത്തെ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പരിപാടിയും കൂടിയുണ്ട്. നമുക്ക് എന്നാണെന്ന് വെച്ചാല് ഇതിന്റെ പുറത്തൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ബാറ്റർ വെച്ച് കവർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കിനെ ഇതെല്ലാം കൂടി പുറത്തോട്ട് വരും. അപ്പൊ നമുക്ക് ആ ബാറ്ററിലോട്ട് പോവാം. നമ്മളിവിടെ ബാറ്റർ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. ബാറ്റർ എന്തുവാണെന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. ഇതിനകത്ത് നമ്മൾ കുറച്ച് മൈദപ്പൊടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾക്ക് അതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാന്ന് വെച്ചാൽ വലിയ ലൂസ് ആവരുത്. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നല്ല തിക്ക് കൺസിസ്റ്റൻസി വേണം ഇതിന്. ഇതിനകത്തോട്ട് നമുക്ക് ഇനി കുറച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം. ഒരു നുള്ളു മഞ്ഞപ്പൊടി.
ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്. ബസ് നമുക്കിനി ഈ ബാറ്റർ വെച്ച് ഇതിന്റെ മുകളിലൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫില്ല് ചെയ്തേക്കുന്ന ഫില്ലിങ്സ് ഇല്ലേ, അത് മാത്രം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മൂടി കൊടുത്താൽ മതി. അത് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. നമ്മൾ എല്ലാത്തിലും നമ്മുടെ ബാറ്റർ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫുള്ളി അത് കോട്ട് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. ജസ്റ്റ് നമ്മൾ ആ ഫില്ലിങ്സ് നിറച്ചിരിക്കുന്ന ആ ഭാഗത്ത് മാത്രമേ നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇവിടെ പാൻ വെച്ചു, അത് ചൂടായി വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച്, നമ്മൾ കൂടുതൽ അങ്ങോട്ട് ഡീപ് ഫ്രൈ ഒന്നും അല്ല നമ്മൾ ചെയ്തെടുക്കുന്നത്. നമ്മളൊന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ എന്ന് പോലും പറയാൻ പറ്റത്തില്ല. നമ്മളൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും, അത്രേ ഉള്ളൂ. ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഓരോന്നോരോന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ബാറ്റർ പുരട്ടിയേക്കുന്ന ഈ ഭാഗം വേണം ആദ്യം നമുക്ക് താഴോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ. നമുക്ക് ഇനി ഇതൊന്ന് മറിച്ചിട്ട് നോക്കാം. നമ്മുടെ ഒരു ഭാഗമൊക്കെ നമ്മൾ ആ ഫില്ലിങ്സ് വെച്ചിരുന്ന ആ ഭാഗമൊക്കെ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഇച്ചിരി പോലും ഫില്ലിങ്സ് താഴെ പോയിട്ടില്ല. എല്ലാ സൈഡും നമുക്ക് ഇങ്ങനെ ഒന്ന് മുരിച്ചെടുക്കാം. നമ്മൾ പഴം നിറച്ചതൊക്കെ ആയിട്ടുണ്ട്. എല്ലാ സൈഡും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ഇതിന്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് ഒക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്കൊന്ന് അറിയണ്ടേ. മുറിച്ച് തരാൻ എന്താ നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. കുറച്ച് പോലും നമ്മളത് ചെയ്യാനിട്ടപ്പോഴത്തേക്കും നമ്മളെ കുറച്ച് പോലും ഫില്ലിങ്സ് നമ്മുടെ പുറത്ത് പോയിട്ടില്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.